ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ്. വെജ് ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 കപ്പ് ബസ്മതി റൈസാണ്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള റൈസാണിത്. ഇത് നമുക്ക് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ റൈസ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ്, ഈ വെള്ളത്തിലിട്ടിട്ടാണ് കുക്കാക്കി എടുക്കുന്നത്. ഒരു 1/4 വേവ് വെന്താൽ മതി. ഇത് നമുക്കിനി കുറച്ചായിട്ട് ഇത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. ഇത് പൊട്ടിപ്പോകാതിരിക്കാനും കുഴഞ്ഞു പോകാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ റൈസ് ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളമൊക്കെ ഊറ്റി തണിയാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ക്യാബേജ്, ക്യാരറ്റ്, ഒരു കഷ്ണം ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഉള്ളി, ബീൻസ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അളവ് കൂട്ടി കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ എണ്ണ ചൂടായി. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ശരിക്കും ഇതിൽ ആവശ്യമില്ലാത്തതാണ്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ്, ബീൻസ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും അധികം കുക്കായിട്ട് വരേണ്ട ആവശ്യമില്ല. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അധികം വെന്ത് കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കാൽ വേവ് അത്രയേ വേണ്ടൂ ഇതിൻ്റെത് കൺസിസ്റ്റൻസി. ഇത് ഈ ഓയിലായിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇനി അടുത്തതായി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വെള്ളമൊന്നും ചേർത്തിട്ട് വേവിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലായിട്ട് ഈ ഓയിലായിട്ട് മൊരിഞ്ഞ് കിട്ടുകയേ വേണ്ടൂ. ഇതിപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മൊരിഞ്ഞതായിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ തണിയാനായിട്ട് മാറ്റി വെച്ച റൈസാണ്. ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തു. എന്നിട്ട് മൊത്തമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം. ആദ്യം തന്നെ കുറേ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ സോയാ സോസിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വേണം. എന്നാൽ മാത്രമേ ഇതിന് കറക്റ്റായിട്ടുള്ള ഈ ഒരു ടേസ്റ്റ് കിട്ടൂ.
ഇതിപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെതും സോയാ സോസിൻ്റെതും കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പും സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. നിങ്ങൾക്ക് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓനിയൻ ചേർത്താലാണ് ഇതിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമുക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം എൻ്റെ അടുത്ത് അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.